ചോദ്യം നമ്പർ 484 ശ്രീമതി കെ രമ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ, 2025 കേരള ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഖണ്ഡിക 851 പ്രകാരം 2005-2006 മുതൽ കോവിഡ് കാലഘട്ടം അടങ്ങുന്ന 2020-21 വർഷം വരെയുള്ള ബാർ ഹോട്ടലിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ കുടിശ്ശികകളും തീർപ്പാക്കാനായി മുൻകാലങ്ങളിലുള്ള ആംനസ്റ്റി പദ്ധതികളുടെ ഭാഗമായുള്ള ഇളവുകളുടെ തുടർച്ച എന്ന നിലയിൽ പൂർണ്ണമായ നികുതി കുടിശ്ശികയും പലിശയുടെ 50% അടച്ചാൽ ബാക്കി പലിശയും പിഴയും ഒഴിവാക്കുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബി, ഈ പദ്ധതിയിൽ നികുതിക്ക് യാതൊരു ഇളവും നൽകിയിട്ടില്ല. പിഴയും പലിശയുടെ പകുതിയും മാത്രമാണ് ഇളവ് നൽകിയിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായി നികുതി ഒടുക്കേണ്ടതായി വരും. ആയതിനാൽ ഖജനാവിൽ നികുതി ഇനത്തിൽ എത്തേണ്ട തുകയിൽ യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. 2025 സാമ്പത്തിക വർഷത്തിൽ ബാർ ഹോട്ടലുകൾക്ക് പ്രഖ്യാപിച്ച ആംനസ്റ്റി പദ്ധതി പ്രകാരം പൂർണ്ണമായ നികുതി കുടിശ്ശികയും പലിശയുടെ 50% അടച്ചാൽ ബാക്കി പലിശയും പിഴയും ഒഴിവാക്കി നൽകുമെന്ന വ്യവസ്ഥകൾ ധനബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ധനബില്ല് പാസ്സാകുമ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. സി, സർ, മുൻകാലങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട ആംനസ്റ്റി സ്കീമിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വർഷം ബാർ ഹോട്ടലുകൾക്ക് ആംനസ്റ്റി പ്രഖ്യാപിച്ചത്. 2019 പ്രഖ്യാപിച്ച ആംനസ്റ്റി പദ്ധതി 2020-ലും 2021-ലും 2022-ലും തുടർന്നിരുന്നു. എന്നാൽ കോവിഡും അനുബന്ധ പ്രശ്നങ്ങളും കാരണം പ്രസ്തുത പദ്ധതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ മിക്ക നികുതിദായകർക്കും സാധിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഈ വർഷം പദ്ധതി പ്രഖ്യാപിച്ചത്. കോടതി വ്യവഹാരമുള്ളതും പഴക്കമേറിയതുമായ കുടിശ്ശികകൾ തീർപ്പ് കൽപ്പിക്കുന്നതിനടക്കമുള്ള അവസരം ഇതിലൂടെ ലഭ്യമാവുകയും ദീർഘകാലമായി ഖജനാവിൽ എത്താതിരുന്ന തുകകൾ ഖജനാവിൽ എത്തുന്നതിന് ഇതിലൂടെ വഴിയൊരുക്കുകയും ചെയ്യും. ശ്രീമതി കെ രമ. സർ, 2008-ലും 2013-ലും 2021-ലും 2024-ലും എല്ലാം ആംനസ്റ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കുടിശ്ശികൾ പൂർണ്ണമായും പിരിച്ചെടുക്കുന്നതിന് കഴിയുന്നില്ല. സർ, വീണ്ടും ആംനസ്റ്റി പദ്ധതികൾ പ്രഖ്യാപിച്ച് കുടിശ്ശിക അടയ്ക്കുന്നതിൽ നിന്ന് നികുതിക്കാരെ പിന്നോട്ടടുപ്പിക്കുകയും ഇളവുകൾക്കായി കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. സർ, ഇത്തരം ഇളവുകൾ പ്രഖ്യാപിക്കുന്നത് അംശാദായം അടച്ച് പണമുടക്കിയ തൊഴിലാളികൾക്കല്ല, കർഷകർക്കല്ല, വിദ്യാർത്ഥികൾക്കല്ല. സർ, മദ്യക്കച്ചവടം നടത്തി ലാഭം കൊയ്യുന്ന മുതലാളിമാർക്കാണ്. സർ, ഇത്തരം സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിർത്തി കർശനമായി റവന്യൂ റിക്കവറിയിലൂടെ ഈ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ മിനിസ്റ്റർ. സർ, വളരെ കർശനമായ നടപടിയാണ് ഈ നികുതി പിരിക്കുന്നതിന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, നമ്മൾ ജനറൽ ആംനസ്റ്റി നേരത്തെ പ്രഖ്യാപിച്ച 2 തരം ആംനസ്റ്റിയാണ്. ജനറൽ ആംനസ്റ്റിയിൽ വളരെ പഴക്കമുള്ള 13,000-ഓളം കോടി രൂപ പലപ്പോഴായി കിടക്കുന്ന തുകകളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ജനറൽ ആംനസ്റ്റിയിൽ അതിനകത്ത് 22,000-ഓളം വരുന്ന ഏറ്റവും താഴെ പണം അടയ്ക്കേണ്ടവരുടെ എക്സംപ്റ്റ് ചെയ്തിട്ട് ബാക്കി നടക്കുന്നുണ്ട്. സാർ, അതിൻ്റെ ഭാഗമായിട്ടുള്ള കണക്കുകളെല്ലാം വിശദമായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഭാഗമായി പിരിച്ചെടുത്തത്. സാർ, ഇപ്പോഴും ഇക്കാര്യത്തിനകത്ത് കോവിഡിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോൾ ഉണ്ടായ പ്രത്യേക സാഹചര്യം കൂടി ഉപയോഗിച്ച് നമ്മൾ ആംനസ്റ്റി നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പണം പിരിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളുണ്ട്. നമുക്ക് ഇതിനുമൊപ്പം സാർ കൃത്യമായി പണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് പരിശോധനകൾ നടക്കുന്നുണ്ട്. ആ പരിശോധനകളുടെ ഭാഗമായിട്ട് ധാരാളം പണം അടയുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഇളച്ചു കൊടുക്കുന്നതല്ല. പക്ഷേ സാമ്പത്തിക സംവിധാനത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും പ്രഖ്യാപിക്കുന്ന ആംനസ്റ്റികളുടെ ഭാഗമായി ഇത്തരം ആംനസ്റ്റി പ്രഖ്യാപിക്കുന്നുള്ളൂ. കാരണം പണം കോടതിയിലും കേസിലും കെട്ട് റവന്യൂ റിക്കവറി ഉൾപ്പെടെ മിക്കവാറും എല്ലാ കേസും റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സാർ. അപ്പോൾ റവന്യൂ റിക്കവറി അടക്കം കേസിൽ പെട്ട് ദീർഘകാലമായി പോകുന്നു, പണം അടയുന്നില്ല എന്നുള്ളത് ഒഴിവാക്കാൻ അവർക്കൊരു അവസരം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടല്ല, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സർ, സംസ്ഥാനത്തെ പല സ്കോളർഷിപ്പുകളും ലഭ്യമാകുന്നില്ല. സർ, അതിൽ പ്രധാനമായി BPL സ്കോളർഷിപ്പ്, വിധവകളുടെ മക്കൾക്കുള്ള പടവുകൾ സ്കോളർഷിപ്പ് ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജ് കോഴ്സിനുൾപ്പെടെ ചേർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മറ്റു പലരിന്നും പണം വാങ്ങിയും ലോൺ എടുത്തും ഒക്കെ പഠിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ വരെ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. സർ, ഈ സ്കോളർഷിപ്പ് സാമൂഹ്യക്ഷേമ വകുപ്പിൽ ചോദിക്കുമ്പോൾ ധനകാര്യ വകുപ്പ് പണം അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഈ സ്കോളർഷിപ്പ് നൽകുന്നതിനാവശ്യമായ അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കുമോ എന്നതാണ്. സർ, സർ, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അതിന് മറുപടി പറയാം. കാരണം ഈ പറഞ്ഞ തെറ്റിദ്ധാരണ ബഹുമാനപ്പെട്ട മെമ്പർക്ക് ഉൾപ്പെടെ ഉള്ളത് ദൂരീകരിക്കുന്നതിന് സഹായകരമാകും. സാർ, ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് 40 കോടി വെച്ചിട്ടുള്ള OEC സ്കോളർഷിപ്പിൻ്റെ ബാക്കി കിട്ടാനുള്ളത്. അതിനകത്ത് 200 കോടി ഇന്നലെ അനുവദിച്ച വാർത്ത വന്നു. സാർ, ഈ ഗവൺമെൻറ് വ്യവസ്ഥാപിതമായി കൊടുക്കേണ്ട എല്ലാ സ്കോളർഷിപ്പുകളും ഒരു പ്രത്യേക പദ്ധതിയിൽ 1 വർഷത്തേക്ക് പ്രഖ്യാപിക്കുന്ന അങ്ങനെ പദ്ധതിയല്ലേ പറയുന്നത്. കൊടുക്കേണ്ട SC/ST സ്കോളർഷിപ്പും OEC അതുപോലെ OBC മറ്റ് ഓരോ മേഖലയിലും കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ മുഴുവൻ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് സമീപനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ പണം കൊടുക്കുന്നില്ല എന്നൊരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില വാർത്തകൾ വരുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള സ്കോളർഷിപ്പുകൾക്കും ഏറ്റവും സാധാരണക്കാരെ സഹായിക്കേണ്ട കാര്യങ്ങൾക്കും ഒരു കുറവും വരുത്തുന്ന കാര്യമില്ല. അതുകൊണ്ട് ഈ പണം മുഴുവൻ
ഈ പറഞ്ഞ ഇത്തരം ചെറിയ ചെറിയ സ്കോളർഷിപ്പുള്ള ധാരാളമുണ്ട്. അതെല്ലാം കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും അതിനുള്ള അപേക്ഷകൾ ചിലപ്പോൾ പലപ്പോഴും സാർ 4-5 വർഷം മുമ്പുള്ള അപേക്ഷകളൊക്കെയാണ് സാർ വരുന്നത് SC/ST OBC മേഖലയിലൊക്കെ. അങ്ങനെയല്ല വരേണ്ടത്, കറണ്ടായിട്ട് അത് അയക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പ് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് ആ നിലപാടെടുത്തിട്ടുണ്ട്. അത് വരുന്നതനുസരിച്ചിട്ട് എല്ലാം കാലവിളമ്പം ഇല്ലാതെ കുടിശ്ശികയില്ലാതെ കൊടുക്കാനുള്ള സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പണം മാറ്റിവെച്ചിട്ടുണ്ട്, അയച്ചിട്ടുമുണ്ട്, കഴിഞ്ഞ ദിവസവും കൊടുത്തിട്ടുണ്ട്. ശ്രീ PC വിഷ്ണുനാഥ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ M വിൻസെന്റ്, ശ്രീ അൻവർ. അയൽ സംസ്ഥാനങ്ങളിലെ മദ്യവിലയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോഴുള്ള വ്യത്യാസം കാരണം നമ്മുടെ അതിർത്തി പങ്കെടുക്കുന്ന സ്റ്റേറ്റുകളിലേക്ക് നമ്മുടെ അതിർത്തി ജില്ലകളിൽ നിന്ന് ധാരാളം ആളുകൾ പോയി മദ്യം വാങ്ങി കൊണ്ടുവരികയാണ്. മാതൃഭൂമി നടത്തിയ ഒരു പഠനത്തിൽ തന്നെ ഇത് തെളിഞ്ഞിട്ടുള്ളതാണ് സർ. മാത്രവുമല്ല, ഈ അടുത്ത കാലത്ത് ഡിസ്കൗണ്ട് സെയിൽ വരെ നമുക്ക് നടത്തേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ നമ്മുടെ നികുതി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് അയൽ സംസ്ഥാനങ്ങളുടെ വിലയും കൂടി കണക്കിലെടുത്തുകൊണ്ട് നികുതി ഡിസൈൻ ചെയ്താൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും അതുവഴി നമുക്ക് നികുതി വരുമാനം കൂട്ടുവാനും സെയിൽസും നികുതി വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനും കഴിയും എന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനുള്ള നടപടി സ്വീകരിക്കും മിനിസ്റ്റർ. സാർ, ഈ മദ്യത്തിൻ്റെ നികുതിയുടെ കാര്യത്തിൽ വാസ്തവത്തിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു വ്യത്യാസവും ടാക്സിൻ്റെ റേറ്റ് വരുത്തിയിട്ടില്ല. വാസ്തവത്തിൽ വില വർദ്ധിക്കാത്ത ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയാം. അത് റേഷൻ എന്നാലേ കൊടുക്കേണ്ടതുകൊണ്ടല്ല, ഇവിടെ ഈ പറഞ്ഞതുപോലെ നികുതിയുടെ കാര്യത്തിനകത്ത് കൂടുതൽ വ്യത്യാസം വരണ്ട എന്ന് കരുതിയിട്ടാണ് മറ്റ് സ്റ്റേറ്റുകളുമായിട്ട്. എന്നാൽ തൊട്ടടുത്ത സ്റ്റേറ്റുകൾ ഈ സമയത്ത് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കണക്കുകളുണ്ട്. കർണാടക ഈ അടുത്തിടയ്ക്ക് വർദ്ധിപ്പിച്ചു, തമിഴ്നാട്ടിലുണ്ട്. അവിടെ നമ്മളെടുക്കുന്നൊരു സമീപനവും അവരുടെ സമീപനവും തമ്മിൽ വ്യത്യസ്തമായ രീതികളുണ്ടാവും. പക്ഷേ നമ്മൾ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. സാർ, ഇവിടെ പറഞ്ഞു ഈ ഡിസ്കൗണ്ട് സെയിലൊന്നും അങ്ങനെ ബിവറേജിൻ്റെ അല്ല. ഏതോ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് നിർത്തിയപ്പോൾ അവരുടെ ഉൽപ്പന്നം വിറ്റു എന്നൊരു വാർത്ത ഞാനും കണ്ടു. ഒരു പ്രൊഡക്റ്റ് ആ കമ്പനിയുടെ പ്രൊഡക്റ്റോ ആ ഉൽപ്പന്നമോ ആകെ നിർത്തിയപ്പോഴാണ്. അല്ലാതെ അങ്ങനെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ കാര്യമില്ല. നമ്മൾ ഇപ്പോൾ കേരളത്തിനകത്ത് കമ്പാരറ്റീവായിട്ട് വില വർദ്ധിക്കാത്ത സ്ഥിതിയുണ്ട്. എന്നാൽ ഉത്തരവാദിത്തത്തോടു ഈ കാര്യം കൊടുക്കുന്നുണ്ട്. സാധനങ്ങൾ ഉത്തരവാദിത്തമുള്ള ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മദ്യനയം സംബന്ധിച്ചുള്ള പോളിസി, അതിൻ്റെ പ്രൈസിങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും അപാകതയുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. തൊട്ടടുത്ത അതിർത്തിയിലുള്ളപ്പോൾ അപ്പുറത്തോട്ട് പോയിട്ട് ആളുകൾ ചിലപ്പോൾ മദ്യപിക്കും. കാരണം പോണ്ടിച്ചേരി സ്റ്റേറ്റിൻ്റെ മദ്യത്തിൻ്റെ വിലയിലേക്ക് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല മാഹിയിൽ. അപ്പോൾ അത്തരം ചില കാര്യങ്ങളുണ്ടാവും. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും, അല്ലാതുള്ള കാര്യങ്ങളില്ല. ശ്രീ TJ വിനോദ്. സാർ, ഈ കിട്ടാക്കടം എന്ന് വ്യാഖ്യാനിച്ചാണല്ലോ അമ്യൂണിറ്റി സ്കീം പ്രഖ്യാപിക്കുന്നത്. കിട്ടാക്കടം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നും അബ്കാരി നിയമത്തിൽ ഉൾപ്പെട്ട ഏതൊക്കെ കാലയളവിനെ സംബന്ധിച്ചാണെന്നും വിവിധയിനം കടങ്ങൾക്ക് നൽകുന്ന ഇളവുകൾ എന്തൊക്കെയാണെന്നും വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. സാർ, അത് വിശദമായിട്ട് അതിനകത്ത് ഞാൻ ആ മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് പ്രസംഗത്തിലുമുണ്ട്. 2 തരം ആംനസ്റ്റിയാണ് സാർ പൊതുവിൽ പ്രഖ്യാപിച്ചത്. കിട്ടാക്കടത്തിനകത്ത് വലിയ തോതിൽ ആംനസ്റ്റി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച ആംനസ്റ്റിയുടെ ഭാഗമായിട്ട് ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഉള്ള ആംനസ്റ്റി റേറ്റ് കുറവായിരുന്നു. 60% വരെ മാത്രം ആംനസ്റ്റി കിട്ടുന്നതാണ് കേസിൽ കിടന്ന. ഞാൻ ആ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം വലിയ കണക്കുകളുണ്ട്, ആ ബഡ്ജറ്റിലുണ്ട് സാർ. അതാണ് ജനറൽ ആംനസ്റ്റി. ജനറൽ ആംനസ്റ്റി കൂടാതെ ബാറുകളുമായി ബന്ധപ്പെട്ടോ ലിക്കറുമായി ബന്ധപ്പെട്ടുള്ള ആംനസ്റ്റി നേരത്തെ 2020-ലും 2019-ലും 2021-ലും പ്രഖ്യാപിച്ചത് അല്പകാലം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. സാർ, ഇത് നമുക്ക് ഈ ആംനസ്റ്റിയുടെ ഭാഗമായിട്ട് കിട്ടേണ്ട പണം പിരിച്ചു കിട്ടുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മറുവശത്തു കൂടി കർശനമായ നിലപാടും എടുക്കുന്നുണ്ട്. നമ്മൾ ആ ബാറുകളുടെ തന്നെ 36 ലൈസൻസാണ് സാർ ഇടയ്ക്ക് ക്യാൻസൽ ചെയ്തത്, അവർ പണം അടയ്ക്കാത്തതുകൊണ്ട്. അപ്പോൾ സാമന്താരം ഭേദം തരണമെന്ന നിലപാട് തന്നെയാണ്. ഇപ്പോൾ ഈ കേസുകളിൽ മിക്കവാറും എല്ലാം നമ്മൾ റവന്യൂ റിക്കവറിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമം നടക്കുകയാണ്. ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നു, റവന്യൂ റിക്കവറിക്ക് പോകുന്നു. അതേസമയം തന്നെ ഇത് അടച്ചു തീർക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് പറ്റുന്ന ആംനസ്റ്റി കൊടുക്കുന്നു. അത് വലിയ വൻകിട ബിസിനസ്സിനകത്തുള്ള മറ്റ് ജനറലായിട്ടുള്ള ട്രേഡിങ്ങിലുള്ള രംഗത്തും അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്രാവശ്യം ആവർത്തിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഖജനാവിലേക്ക് കേസുകളിൽ കെട്ടി 10-30 വർഷമായി കിടക്കുന്നതിന് പകരം ആ പണം ഖജനാവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആംനസ്റ്റി എന്ന് കാഴ്ചപ്പാട് വെക്കുന്നത്. സർ, ബാറുകളിൽ നിർബന്ധിതമായി നടപ്പിലാക്കേണ്ട വാർഷിക ഇൻ്റലിജൻസ്, അത് ആ പരിശോധന 2017 മുതൽ നടപ്പിലാക്കാത്തത് കൊണ്ട് ബാറുകൾ വ്യാപകമായി നികുതി വെട്ടിക്കുന്നു എന്നുള്ളതൊരു ആക്ഷേപമുണ്ട് സർ. സാർ, എൻ്റെ ചോദ്യം, സംസ്ഥാനത്തെ 3, 4, 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളും ഹെറിറ്റേജ് വിഭാഗത്തിൽപ്പെട്ട ബാർ ഹോട്ടലുകളും സമർപ്പിക്കുന്ന റിട്ടേണുകളിൽ ടേൺ ഓവർ ടാക്സ് ഒടുക്കുവാനായി ഡിക്ലെയർ ചെയ്യുന്ന ശരാശരി ലാഭശതമാനം എത്രയാണെന്ന് സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ? ബാറുകളുടെ TOT വരുമാനം യഥാർത്ഥമാണ് എന്ന് പരിശോധിക്കാൻ സർക്കാർ സ്വീകരിച്ചതായ നടപടികൾ എന്തൊക്കെയാണ്?
യെസ് മിനിസ്റ്റർ. സാർ, ബാറുകളുടെ കാര്യത്തിനകത്ത് പരിശോധന കൃത്യമായി നടത്തുന്നുണ്ട് സാർ. ഈ വർഷം തന്നെ 90ഓളം ബാറുകളിൽ ആ പരിശോധന നടന്നിട്ടുണ്ട് സാർ. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ബാറിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ, ഞാൻ നേരത്തെ പറഞ്ഞു ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. TOTയുടെ കാര്യത്തിനകത്ത് 2 തരം സംവിധാനമുണ്ട്. അതിനകത്ത് കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു സംവിധാനമുണ്ട്, അല്ലാതുള്ള ഒരു പൊതുവായിട്ടുള്ള കയറി കണക്ക് പരിശോധിക്കുന്ന കാര്യമുണ്ട്. കോമ്പൗണ്ടിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഓരോ മേഖലയ്ക്കുമുള്ള പ്രത്യേക റേറ്റുകളുണ്ട്. പിന്നെ അർബൻ, പിന്നെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നൊക്കെ നിലയിൽ സാർ. അതിനകത്ത് ഈ ബാറിൻ്റെ കാര്യത്തിനകത്ത് ഈ നല്ലതുപോലെ ആ പരിശോധന നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ പൊതു ഇൻ്റലിജൻസ് പ്രവർത്തനവും ഈ കാര്യത്തിലുണ്ട് സാർ. നമ്മുടെ സംസ്ഥാനത്ത് നികുതി പിരിവിന് വകുപ്പ് പുനഃസംഘടിപ്പിച്ചു, ഓഡിറ്റ് വിഭാഗത്തിൻ്റെ സൃഷ്ടിയുണ്ടായി, ഇൻ്റലിജൻസ് ശക്തമാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു, പ്രത്യേക അരിയർ റിക്കവറി സംവിധാനം. ഈ 4 കാര്യങ്ങൾ പൊതുവിൽ ഇതിനെല്ലാം ബാധിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് സാർ. അതിൻ്റെ ഭാഗമായിട്ട് 2021-22 വർഷം നമ്മുടെ ഇൻ്റലിജൻസ് പ്രവർത്തനം വഴി കണ്ടെത്തിയ തുക 78.60 ആണ്. തിരിച്ചടപ്പിച്ച തുക 47.8 സാധാരണഗതിയിൽ വരുന്നതിനപ്പുറമുള്ള ഇൻ്റലിജൻസാണ് ഞാൻ പറയുന്നത് സാർ. 22-23 524.80 കോടി രൂപ നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തി. 445.39 കോടി രൂപ നമ്മൾ അടപ്പിച്ചു. 4 പേരെ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു സാർ. 23-24 1775.28 കോടി രൂപയാണ് ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തിയത്. 1709.50 കോടി രൂപ അടപ്പിച്ചു സാർ. 5 പേരെ ആ വർഷം അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്, പിന്നെ പ്രത്യേക നിയമം വെച്ചിട്ട് തന്നെ സാർ. 2024-25 ഫെബ്രുവരി വരെ 699.61 കോടി രൂപ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 445.47 കോടി രൂപ നമ്മൾ അടപ്പിച്ചു. 3 പേരെ ഈ വർഷം അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് സാർ 3078.29 കോടി രൂപ ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തുകയും 2648 കോടി രൂപ നമ്മുടെ ഖജനാവിലേക്ക് അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ. അപ്പോൾ ഇങ്ങനെ ശക്തമായ നിലപാടുകൾ എടുത്തു തന്നെയാണ് സാർ ഈ മേഖലയിൽ പോകുന്നത്. ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഓഡിറ്റ് സമ്പ്രദായം തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ സാധാരണ വ്യത്യസ്തമായ നല്ലൊരു തുക കണ്ടെത്താനും അടപ്പിക്കാനും കഴിഞ്ഞു. പിന്നെ വിവിധ റെയ്ഡുകളും പിന്നെ പരിശോധനകളും നടക്കുന്നതിൻ്റെ വാർത്തകൾ ബഹുമാനപ്പെട്ട അംഗങ്ങളെല്ലാം കാണുന്നതാണ്. അതിനകത്തൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ 1 രൂപ പോലും സർക്കാരിൻ്റെയും ജനങ്ങളുടെയും വെട്ടിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല എന്നുള്ള ശക്തമായ നിലപാട് തന്നെയാണ് സാർ. അത് ഏറ്റവും കർശനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വകുപ്പ് തീരുമാനിക്കുന്നത് സാർ.